നാരങ്ങാനത്തെ കുരിശ് വിവാദത്തിൽ കോതമംഗലം രൂപത വികാരി ജനറൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വനംവകുപ്പ് കേസെടുത്തു. കോതമംഗലം രൂപത വികാരി ജനറൽ ഫാദർ വിൻസെന്റ് നെടുങ്ങാട്ട്, ഫാദർ ജോസ് കുളത്തൂർ, തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ ജെയിംസ് ഐക്യമറ്റം എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. നാരങ്ങാനത്തെ കുരിശ് വിവാദത്തിൽ കോതമംഗലം രൂപത വികാരി ജനറൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് വനംവകുപ്പ് കേസെടുത്തിരിക്കുന്നത്. കോതമംഗലം രൂപത വികാരി ജനറൽ ഫാദർ വിൻസെന്റ് നെടുങ്ങാട്ട്, ഫാദർ ജോസ് കുളത്തൂർ, തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി വികാരി ജെയിംസ് ഐക്യമറ്റം ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. വനംവകുപ്പ് പിഴുത കുരിശുണ്ടായിരുന്ന സ്ഥലത്തേക്ക് ദുഃഖവെള്ളിയാഴ്ച ഇവർ കുരിശിന്റെ വഴി നടത്തിയിരുന്നു. ഇത് വനഭൂമിയിൽ അതിക്രമിച്ച് കടന്നാണ് നടത്തിയതെന്ന് ആരോപിച്ചാണ് കേസെടുത്തിരിക്കുന്നത്. കുരിശ് സ്ഥാപിച്ച സ്ഥലത്തേക്ക് കുരിശിന്റെ വഴി നടത്തിയെന്നാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം. ഇവരെ കൂടാതെ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും വിശ്വാസികളും അടക്കം നിരവധി പേർക്കെതിരെ കേസുണ്ടെന്നാണ് വിവരം. പ്രദേശത്ത് കുരിശ് സ്ഥാപിച്ചതിന് മറ്റൊരു കേസുമുണ്ട്. ഇതിലും തൊമ്മൻകുത്ത് പള്ളി വികാരി പ്രതിയാണ്. സെന്റ് തോമസ് കത്തോലിക്ക പള്ളി തൊമ്മൻകുത്തിന്റെ പരിധിയിൽ വരുന്ന നാരങ്ങാനത്തുള്ള കുരിശടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയ വിവരങ്ങളാണ് നിങ്ങളെ അറിയിക്കുക. ഏപ്രിൽ 11-ാം തീയതി വെച്ച കുരിശ് ഏപ്രിൽ 12-ാം തീയതി വനംവകുപ്പ് പിഴുതുമാറ്റുകയുണ്ടായി. അതിനുശേഷം അതിൻ്റെ പേരിൽ വനംവകുപ്പ് പള്ളിയിൽ നിന്നുള്ള ആൾക്കാരുടെ പേര്, ഇടവകങ്ങളുടെ പേരിൽ കേസെടുക്കുകയുണ്ടായി. 18ഓളം പേരുടെ പേരിൽ. സ്ഥലത്തെ പറ്റിയുള്ള തർക്കമാണ് അതിന് അടിസ്ഥാനമായി നിൽക്കുന്നത്. വനംവകുപ്പ് അവകാശപ്പെടുന്നത് വനഭൂമിയാണെന്ന്. എന്നാൽ വർഷങ്ങളായിട്ട്, ഏതാണ്ട് 6 പതിറ്റാണ്ടായിട്ട് ഇവിടെയുള്ള കർഷകർ കൈവശം വച്ചിരിക്കുന്ന ഭൂമിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിന് രേഖകളുണ്ട്. അതുകൊണ്ട് അത്രയും ഉറപ്പുള്ള സ്ഥലത്താണ് ഈ പള്ളി കുരിശ് സ്ഥാപിച്ചത്. അപ്പോൾ അതിനെതിരെയാണ് വനംവകുപ്പ് അന്യായമായ കേസെടുത്തിരിക്കുന്നത്. കൂടാതെ വണ്ണപ്പുറം വില്ലേജ് ഓഫീസർ ഈ സ്ഥലത്തിൻ്റെ നിജസ്ഥിതിക്ക് വിരുദ്ധമായിട്ടുള്ള റിപ്പോർട്ട് റേഞ്ച് ഓഫീസർ കൊടുക്കുകയുണ്ടായി. അത് കോതമംഗലത്ത് വെച്ചൊരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തതാണ്, അതിന് രേഖയായിട്ട്. പക്ഷെ അത് തെറ്റായിട്ടുള്ള കണക്കാണ് കൊടുത്തത്. 4005 ഏക്കർ ഭൂമി വനഭൂമിയാണെന്ന് പറഞ്ഞുള്ള റിപ്പോർട്ടാണ്. ഏപ്രിൽ 11-നാണ് നാരങ്ങാനത്ത് പള്ളി അധികൃതർ കുരിശ് സ്ഥാപിച്ചത്. 12-ന് വനംവകുപ്പ് അധികൃതർ ഇത് പിഴുതുമാറ്റി. വനഭൂമിയിൽ കുരിശ് സ്ഥാപിച്ചു എന്ന് ആരോപിച്ചായിരുന്നു നടപടി. എന്നാൽ പതിറ്റാണ്ടുകളായുള്ള കൈവശ ഭൂമിയിലാണ് കുരിശ് സ്ഥാപിച്ചതെന്ന രേഖകൾ പള്ളി അധികൃതർ പുറത്തുവിട്ടു. 3 പേരിൽ നിന്നും കൈമറിഞ്ഞു വന്ന വസ്തുവിൽ നിന്നും 10 സെന്റ് സ്ഥലം ബെന്നി എന്ന വിശ്വാസി പള്ളിക്ക് എഴുതി നൽകിയിടത്താണ് പള്ളി കുരിശ് സ്ഥാപിച്ചത്. ഏപ്രിൽ 18 ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ വിശ്വാസികൾ വിവാദ സ്ഥലത്തേക്ക് കുരിശിന്റെ വഴി നടത്തി. വികാരി ജനറാളും ചാൻസലറും ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കെടുത്തിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ കുരിശ് പറിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് കേരള വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് കുരിശ് പിഴുതു മാറ്റി, കർഷകരുടെ ഭൂമിയിൽ, കൈവശ ഭൂമിയിൽ നിന്ന് കുരിശ് പിഴുതു മാറ്റി. അതിനുശേഷം ദുഃഖവെള്ളിയാഴ്ച അവിടേക്ക് സെന്റ് തോമസ് ദേവാലയത്തിൻ്റെ നേതൃത്വത്തിൽ വികാരിയച്ഛൻ ഉൾപ്പെടെ അങ്ങോട്ട് കുരിശിൻ്റെ വഴി പോവുകയും ആ പ്രദേശത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ വനംവകുപ്പ് ആ പ്രദേശത്ത് അന്ന് ആ കുരിശിൻ്റെ വഴി പോയ വിഷയത്തിലും വികാരി ജനറൽ ഉൾപ്പെടെയുള്ള വൈദികരുടെയും വിശ്വാസികളുടെയും പേരിൽ ഈ കേസെടുത്തിരിക്കുന്ന നടപടി തികച്ചും പ്രതിഷേധാർഹമാണ്. കാരണം തൊടുപുഴ തഹസീൽദാർ വ്യക്തമായി പറഞ്ഞത് വനഭൂമിയല്ല, അത് കർഷകരുടെ കൈവശത്തുള്ള ഭൂമിയാണ് എന്ന് വ്യക്തമായി തഹസീൽദാർ ഡെപ്യൂട്ടി കളക്ടർക്ക് കൃത്യമായ റിപ്പോർട്ട് നൽകുകയും ആ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ കളക്ടർക്ക് ആ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുകയും. അപ്പോൾ ആ വിഷയം ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ പരിഹരിക്കാൻ സർക്കാർ ഈ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ കാളിയാർ റേഞ്ച് ഓഫീസർ അനാവശ്യമായ ഒരു പിടിവാശിയുമായിട്ടാണ് അദ്ദേഹം ഈ കടന്നു വന്നിരിക്കുന്നത്. അത് തികച്ചും ഒരു തരത്തിലും അനുവദനീയമല്ല. കാരണം വനംവകുപ്പിനെ ജണ്ടായിക്ക് വെളിയിൽ നിർത്തി കർഷകരുടെ സ്വൈര്യജീവിതത്തിന് തടസ്സം നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറാനുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് എത്രയും പെട്ടെന്നുണ്ടായാൽ മതിയാവും.